എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പെട്ടെന്ന് റെഡി ആയിരിക്കാലോ പാട്ട്. എന്നാ പിന്നെ തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമുക്ക് SP വെങ്കിടേഷ് സാറിന്റെ റൗണ്ടിലേക്ക് പോവാം. പാടാൻ വരുന്നു നമ്മളുടെ പാർവണക്കുട്ടി. ഒരു മഞ്ഞ കിളിയായി അവിടെ ഒരുങ്ങിയിരിപ്പുണ്ട്. ഓക്കെ, പാർവണ. താങ്ക് യു. ഓക്കെ പാർവണ, നല്ല സുന്ദരിയായിട്ടുണ്ട് ഇല്ലേ ചേച്ചി? നിങ്ങൾ രണ്ടുപേരും സുന്ദരികളായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇടി കിട്ടുന്ന അറിയാം. കളിച്ചു. അതെ, ഓക്കെ ചോദിക്കാം. ചേച്ചി പാർവണ. ഓ സൂപ്പറായിരുന്നു. താങ്ക് യു മാം. എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണിത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ശരിക്കും ഇതൊരു സ്റ്റേജിൽ പാടി കേൾക്കുന്നത്. ഇതില് ഒട്ടുമിക്ക ഭാഗങ്ങളും വളരെ നന്നായി പാടി. താങ്ക് യു മാം. നല്ല ഫീൽ ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു സംഗതികളൊക്കെ നല്ല നല്ല നൈസായിരുന്നു കേൾക്കാൻ. അത് നല്ല എന്താ പറയാ, അറ്റാക്കിംഗ് പോലെ തോന്നിയില്ല. അനായാസമായിട്ട് പാടി. ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു മാം. SP വെങ്കടേഷ് സാറിന്റെ കോമ്പോസിഷൻസിൽ എപ്പോഴും ഉള്ള, ഞാനൊരു ഓമനത്വം പറഞ്ഞില്ലേ, ആ ഒരു സംഭവം ഇതിലും ഉണ്ട് ഈ ഒരു പാട്ടിന്. അതൊരു സ്വീറ്റ് മെലഡിയാണ്. അതിൻ്റെ ഉള്ളിൽ റിഥമിക് ആണെങ്കിലും ഒരു നല്ലൊരു മെലഡി ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് മോള് പാടിയത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിലാകെപ്പാടെ ഒരു അനുപല്ലവിയിലാണോ, ചരണത്തില് തച്ചോളിപ്പാട്ടിൻ ചരണം. താളം കേട്ടോ, അവിടെ ഒരു സംഗതി ഉണ്ട്. ആ സംഗതി ക്ലിയർ ആയില്ല, അതൊന്ന് പാടുമോ മോളോ? തച്ചോളിപ്പാട്ടിൻ താളം കേട്ടോ. ഇതിപ്പോ കുറച്ചുകൂടെ ബെറ്റർ ആയി, കുറച്ചുകൂടെ ക്ലിയർ ആയി. നേരത്തെ പാടുമ്പോ അത് ക്ലിയർ ആയില്ല. അത് മോൾ എനിക്ക് തോന്നുക അല്ലെ, ശ്വാസം കിട്ടാത്തോണ്ടാണോ അതോ ശ്വാസം കിട്ടുമോ എന്നാലോചിച്ച് പാടിയതാ ആണ് അവിടെ തെറ്റുമെന്ന് കുഞ്ഞിനൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷി പറഞ്ഞു കുഞ്ഞിന്റെ അല്ലേ. പക്ഷെ അത് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. കുഴപ്പത്തിലൊന്നും വന്ന് വീണില്ല. ക്ലിയർ ആയില്ല, അത്രേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. മുടി വെട്ടിയോ? ഇല്ല. പിന്നെന്താ ഉള്ളോട്ടേക്ക് ആക്കിയപ്പോ കുറഞ്ഞ പോലെ. ഞാൻ വിചാരിച്ചു പെട്ടെന്നൊരു ചേഞ്ച് പാർവണയ്ക്ക്. ഞാൻ എപ്പോഴും വരുമ്പോ ഇത് ചെയ്യും, ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോ ഇത് ചെയ്യും. ആ പട്ടുപാവാടയും ബ്ലൗസൊക്കെ ഇട്ടി മുടിയൊക്കെ കൂടെ തീരെ ചെറുതായി. അതെ, ചെറിയൊരു കുക്കുകുട്ടി. ഒരു കുക്കുകുട്ടി. കുക്കുകുട്ടി അങ്ങനെ വിളിക്കാറുണ്ടോ ആരെങ്കിലും കുക്കുകുട്ടിന്ന്? എന്നാ ഞാൻ വിളിക്കാം കുക്കു. ഇനി മുതൽ പാർവണ സൂപ്പർ സ്റ്റാറിലെ കുക്കുകുട്ടി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ ശരത് സർ. മോളെ ഓ സുന്ദരിവാവേ, ഓ അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ പറഞ്ഞാ കേക്കട്ടെ. ലിറിക്സ് ONV കുറുപ്പ് സാർ, മ്യൂസിക് SP സാർ, പാടിയത് ചിത്രമ്മ, മൂവി തുടർക്കഥ, വർഷം 1991. ഓ നോ, മോള് നന്നായിട്ട് പാടിയടാ. താങ്ക് യു, നന്നായിട്ട് പാടി. താങ്ക് യു സാർ. അതിൻ്റെ ആ പേസാണ് നമ്മളെ ഈ പാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കുറച്ചാ മറ്റേ ഇപ്പം പാടിയ പാട്ട് പാടിപ്പോകും അല്ലേ? അതിലെന്തെങ്കിലും വിഷമമുണ്ടോ മോക്ക്? താങ്ക് യുടാ മോളെ. അതുപോലെ ഇല്ലില്ലം അതിൻ്റെ സെക്കൻഡ് ലൈൻ മോളെ, അത് കുറച്ചും കൂടെ ലയത്തിലാവാടാ. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞ മോക്ക് മനസ്സിലായി. ആ സിങ്കപ്പേഷൻ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് പാടാമോ രണ്ടാമത്തെ ലൈൻ? ഇല്ലില്ലം കാട്ടിൽ പാടും മൈനേ, നിന്നോടൊത്തിന്നോണം കൂടാൻ വരാം. ഗുഡ് മോളെ, ഗുഡ്. ഇപ്പൊ ഇത് കറക്റ്റാണ്. മറ്റേത് അഴകുഴമ്പനായിപ്പോയി അത് പാടിയപ്പോൾ. ഇപ്പം നന്നായിട്ടുണ്ട്. പിന്നെ മഞ്ജരി ആ മോക്ക് കൈവിട്ട് പോയത് മഞ്ജരി പാടിച്ചു. ബാക്കി ഒന്നുമില്ല കുഞ്ഞെ, നന്നായിരുന്നു. താങ്ക് യു സർ. ഐ ലവ് യു. ഐ ലവ് യു ടു സർ. താങ്ക് യു ശരത് സർ. മനോജ് ചേട്ടാ. പാർവണക്കുട്ടി, മഞ്ഞക്കിളിക്കുട്ടി, നല്ല രസമുണ്ട് കാണാൻ. ഈ പാവാടയും ബ്ലൗസിലൊക്കെ നല്ല സുന്ദരിയായിരിക്കുന്നു കേട്ടോ. താങ്ക് യു സർ. അതിൻ്റെ കൂടെ ഈ പാട്ടും കൂടെ അത്ര മനോഹരമായപ്പം ആകെ മൊത്തം ടോട്ടലായിട്ട് സൂപ്പർ. നല്ല രസമായിട്ട് പാടി മോള്. ഒരു നാടൻ ശീല് അല്ലേ ഒക്കെ ഉള്ള പാട്ടാണല്ലേ, ഒരു നാടോടി നൃത്തത്തിനൊക്കെ പറ്റിയ പാട്ട്. ഇതിനകത്ത് ഈ വരികളിൽ കൊടുത്തിരിക്കുന്നുണ്ടോ, മഴവില്ലാടും മലയുടെ മുകളിൽ. എന്താ കാരണം എന്നറിയോ? അതിന്റെ ലൊക്കേഷൻ കൊടൈക്കനാലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് 91 ഈ മല അടിവാരത്തിൽ, അതായത് പളനിയില് സത്യനന്ദിക്കാടിന്റെ സത്യേട്ടന്റെ സ്നേഹസാഗരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ്. അവിടെ മുരളിച്ചേട്ടനെ, ഞാൻ, ഉർവശിയൊക്കെ ഉള്ള സുനിത ഒക്കെ ഉള്ള സിനിമയാണ്. അപ്പൊ ഇതെങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാൽ അവിടുന്ന് നേരെ പളനിയിൽ നേരെ ഹെയർപിൻ കയറി ചെല്ലുന്നതാണ് കൊടൈക്കനാൽ. അപ്പൊ കൊടൈക്കനാലിൽ നിന്ന് അന്നത്തെ ഈ നാനാ വെള്ളി നക്ഷത്രത്തിന്റെ ഒക്കെ മാഗസിനിൽ ഇവരുണ്ട്, ജേർണലിസ്റ്റ് ഉണ്ട്, അവര് എല്ലാ സെറ്റും കവർ ചെയ്യും. അപ്പൊ അങ്ങനെ കൊടൈക്കനാലിൽ നിന്ന് ഇവർ കവർ ചെയ്തിട്ടാണ് നമ്മുടെ സെറ്റിലേക്ക് വരുന്നത്.
അപ്പം നമ്മൾ വിശേഷമൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കൊടൈക്കനാലിൽ സായികുമാറിൻ്റെ ഡെന്നിസ് ജോസഫിൻ്റെ സിനിമ തുടർക്കഥ നടക്കുന്നു, അവിടുന്ന് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന ഒരു ഓർമ്മ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു കാലം 91, 92 ആ കാലത്താണ് ഈ സിനിമ ഇറങ്ങിയത്. ഇതിലെ എല്ലാ പാട്ടും നല്ലതായിരുന്നു. വേറെ കുറേ നല്ല പാട്ടുകളുണ്ടെങ്കിൽ മോള് എന്താ പറയുന്നത്, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ പെർഫോമൻസ് കണ്ടു, ഒരുപാട് ഇഷ്ടമാണ്, നന്നായിട്ട് പാടുന്നുണ്ട്. ഈ പാട്ട് എൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട് തന്നെ മോള് പാടി, നല്ല ക്യൂട്ടായിട്ട് പാടി. താങ്ക് യു സാർ. അപ്പോൾ ഇനി അങ്ങോട്ടും ഏറ്റവും നന്നായിട്ട് നല്ല പാട്ടുകളിലൂടെ വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു മനോജ് ചേട്ടാ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സാർ, യെസ്. പാർവണക്കുട്ടിയുടെ മാർക്ക്. പാർവണക്കുഞ്ഞെ, ഓ നിനക്ക് ഞാൻ 8.7 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ചേച്ചി? പാർവണക്കുഞ്ഞെ, ഓ നിനക്ക് ഞാൻ 8.9 മാർക്സ് തരുന്നു. താങ്ക് യു മാം. താങ്ക് യു മനോജ് ചേട്ടാ. ഒട്ടും മോശമല്ല കേട്ടോ, നല്ല താങ്ക് യു മാർക്ക്. സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സോ ടോട്ടൽ 17.6. അടുത്തതായി ഹിന്ദി റെട്രോ റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ വൈഗ കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം വൈഗ. तुम हो जानम मेरा जीवन, तेरा ही प्यार है मेरे मन में. थोड़ी खुशियाँ थोड़े गम है, मीठी सी आग है मेरे तन में. थोड़ी शोले थोड़ी शबनम, दोनों साथ है मेरे दिल में. चंद्रलेखा चंद्रलेखा तुम हो जानम मेरा जीवन, तेरा ही प्यार है मेरे मन में. बेवफा कुछ तो समझ ले, क्यों जलती ये शम्मा प्यार में. इतने तूफान सांसों में क्यों, इतने सागर आंखों में क्यों. जाने कैसे इस दिल को भा गया तू, जाने कैसे सपनों में आ गया तू. लुट गई प्यार में जुल्मी, अब और ना सता तू. ये जान मेरी तेरे ही नाम लिख दूं. तेरे कदमों तले रखा है मेरा दिल, तेरे खुशबू से ही महके है ये महफिल. फूलों सा चेहरा है, मस्ती जवानी है, तेरे होठों पे ही मेरी कहानी है. जानम सुन लो, तुम हो जीवन, तेरा ही प्यार है मेरे मन में. थोड़ी खुशियाँ थोड़े गम है, मीठी सी आग है मेरे तन में. थोड़ी शोले थोड़ी शबनम, दोनों साथ है मेरे दिल में. चंद्रलेखा चंद्रलेखा
मेरा जीवन तेरा ही प्यार है मेरे मन में थोड़ी खुशियाँ थोड़े गम है मीठी सी आग है मेरे तन में थोड़ी शोले थोड़ी शबनम दोनों साथ है मेरे दिल में चंद्रलेखा चंद्रलेखा വൈഗ എന്തോ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. എന്തെങ്കിലും ചോദിക്കാം. ഓക്കെ ശരത് സർ. മക്കളെ എന്തോ അടിച്ച് പൊളിച്ചടാ. താങ്ക് യു സർ. താങ്ക് യു. സൂപ്പറായിരുന്നു. അത് ആ പാട്ടിന് വേണ്ട ഒരു വികാരം നമ്മളിൽ കിട്ടി. അതെ. ഇതിന്റെ തമിഴ് കേട്ടിട്ടുണ്ടോ മോള്? ആ അല്ലോ കേട്ടിട്ടുണ്ടോ? ആ തമിഴേ കേട്ടിട്ടുള്ളൂ, പിന്നെ ഹിന്ദി റെട്രോ ആയപ്പോഴത്തേക്ക് ആ കൊള്ളാം. നൈസ് നൈസ്. പിന്നെ ഇത് ബാക്കി പറഞ്ഞ് ഞാനങ്ങ് പറഞ്ഞു പോയി. പറ. മ്യൂസിക് ചെയ്തത് എ റഹ്മാൻ സർ, okay. ലിറിക്സ് PK മിശ്ര സർ, പാടിയത് അനുപമ മാം, പിന്നെ മൂവി ചോർ ചോർ. ചോറോ നമ്മൾ തിന്നുന്ന കള്ളൻ കള്ളൻ. ആ കള്ളം കള്ളം. നീ മോള് പാടി തുടങ്ങിയപ്പോഴേ എൻ്റെ ടെൻഷൻ നീ മുകളിലൊക്കെ എങ്ങനെ എത്തിപ്പിടിക്കും. കാര്യം മോൾ ഈ ഹെഡ് വോയിസുമായിട്ട് കിടന്ന് കഷ്ടപ്പാടും ദുരിതത്തിലുമായിരുന്നു നിന്റെ ജീവിതം ഞാൻ കണ്ടപ്പോൾ. ഇതെങ്ങനെ പറ്റും ഈ കൊച്ചി, ഇത് എടുത്തോണ്ട് വരികയും ചെയ്തല്ലോ, ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നതാ. പക്ഷേ തകർത്ത് മോളെ. താങ്ക് യു സർ. അതുപോലെ നമ്മുടെ കോറസ്, അതുപോലെ നമ്മുടെ അനൂപിന് മാത്രം കണ്ണിന് ദീനം. അയ്യോ ഇല്ല, പാച്ചുചേട്ടനും ഉണ്ടായിരുന്നു. ആണോ? രണ്ടുപേരും പോകും. ബാക്കിയുള്ളവരുടെ ഒക്കെ ഷെയ്ഡ്സ് എവിടെ? സാധാരണ എല്ലാരും വെക്കുന്നതാണല്ലോ. വെക്കടാ അനൂപേ, അത് മനോഹരം. അവർക്കൊക്കെ കൊള്ളാം. നിങ്ങളെല്ലാം ഇട്ടിരിക്കായിരുന്നു, തവലയൊക്കെ ഇതും വെച്ചിട്ട്. സാധാരണ അങ്ങനെയാണ് വരാറ്, ഇതിപ്പോ കുറച്ചു പേര് മുങ്ങിയത്. ആ അത് കുഴപ്പമില്ല. എന്നാലും മൊത്തത്തിൽ ഒരു ഒരു ആ പാട്ടിനൊരു ഒരു പവർ ഉണ്ട് മോളെ. അതെ. എന്തൊക്കെയാലും മകളെ തകർത്തടാ നീ. ലവ് Thank you, sir. യു. താങ്ക് യു ശരത് സർ. മനോജേട്ടാ. വൈകലക്ഷ്മി എന്തോ അസാധ്യമായിട്ട് പാടി. താങ്ക് യു സർ. കലക്കി. പിന്നെ അതിപ്പോ ഓർക്കസ്ട്രയാണോ കോറസ് ആണോ മോളാണോ, ആ കൺഫ്യൂഷൻ ഏറ്റവും നന്നായത്. അത്ര എന്താ ഓർക്കസ്ട്രേഷൻ അസാധ്യമായിട്ട് വായിച്ചു. അതെ. അവർക്ക് പൂന്ന് വിളയാനുള്ള പാട്ടാണ് അല്ലേ. കോറസും തകർത്ത് കേട്ടോ മോള്. ഇത് എന്തൊരു റേഞ്ചുള്ള പാട്ടല്ലേ. റഹ്മാൻ സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണിത്. ഞാനിത് കേൾക്കുന്നത് എനിക്കൊന്ന് സോപാനത്തിൻ്റെ സമയത്താണ്. ഞാൻ സോപാനം എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അതായത് സർഗത്തിൻ്റെ റീമേക്ക് തെലുങ്കിൽ ചെയ്യാൻ പോയി, ഈസ്റ്റ് ഗോദാവരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അവിടെ വെച്ച് ഈ പറഞ്ഞ 93-ലാണ് ഈ പടം ഇറങ്ങിയിട്ടില്ല. തിരുടാ തിരുട എന്നാണ് തമിഴ്. വിനീത് എൻ്റെ കൂടെ ഉണ്ട്. വിനീത് പറഞ്ഞു, മനോജ് റഹ്മാൻ്റെ പുതിയൊരു കാസറ്റ് ഇറങ്ങിയിട്ടുണ്ട്, തിരുടാ തിരുട, മനോജ് കേട്ടോ? അവനില്ല. അപ്പോൾ അവൻ്റെ വാക്മാനുണ്ട്, വാക്മാനിൽ ഇട്ടിട്ട് ഹെഡ്ഫോൺ വെച്ച് എന്നെ കേൾപ്പിച്ചു. അപ്പോൾ ഈ പാട്ടാണ് ആദ്യം, ചന്ദ്രലേഖ എന്നൊരു പാട്ടുണ്ട്, അത് കേൾക്കണമെന്ന് വെച്ചിട്ട് എന്നെ കേൾപ്പിച്ച്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇത് ഇറങ്ങുന്നതിന് മുമ്പ്, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ്, അന്നൊക്കെ കാസറ്റ് നേരത്തെ ഇറങ്ങും, എപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ ആ കാലത്ത് കേട്ട ഓർമ്മയൊക്കെ വന്നു. അതിനുശേഷം ഒരുപാട് പേര് പാടി കേട്ടിട്ടുണ്ട്. അതിലൊക്കെ നന്നായിട്ട് മോളിവിടെ പെർഫോം ചെയ്തു, എൻ്റെ ഇടയ്ക്കൂടെ ഡാൻസ് ചെയ്തു. എല്ലാം കൊണ്ടും ഭയങ്കര കളർഫുള്ളായിരുന്നു. താങ്ക് യു ഈ സർ. പാട്ടൊക്കെ ഒരു ഇന്റർനാഷണൽ പാട്ടാണ്, നമ്മുടെ ഇവിടുത്തുകാരുടെ പാട്ടല്ല. ഇതിപ്പോൾ അന്ന് ആ കാലത്ത് വേണം മൈക്കിൾ ജാക്സൺ എടുത്തിട്ട് വേണമെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റിയ പാട്ടാണ് ഇല്ലേ. ആ ലെവലാണ്, ആ റേഞ്ചിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ദ ഗ്രേറ്റ് എ ആർ റഹ്മാൻ സാർ. അപ്പോൾ അദ്ദേഹത്തിന് വലിയ നമസ്കാരം. ഇന്നിവിടെ പാട്ട് ഇത് ചൂസ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. ഗുഡ് ലക്ക്. താങ്ക് യു you. സർ. Bye. താങ്ക് യു മനോജേട്ടാ. ചേച്ചി. വൈകപ്പെണ്ണേ, എന്തോ സുന്ദരി പെണ്ണേ, നന്നായി പാടി. വെരി താങ്ക് നൈസ്. യു മാം. ഇതിന്റെ കോറസ് പാടുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കായിരുന്നു, അവിടെ വളരെ വലിയ കൺഫ്യൂഷൻ നടക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഭദ്രയുടെ മുഖത്ത് ഒരു വൈരാഗ്യവും ദേഷ്യവും ഒക്കെ കാണുന്നത്. ഭദ്ര, എന്താ സംഭവിച്ചത്? അത് കോറസിന് ആദ്യത്തെ ഒരു കോറസിന് ഹൈല് അത് പാടിയില്ല. അത് പാടിയില്ല. അതാ ഞാൻ ഇങ്ങനെ അയ്യോ മക്കളെ, നിങ്ങളെന്താ നന്നായിരുന്നു. പാടാത്തത്, നിങ്ങളെന്താ പാടാത്തത്? അല്ല, അത് പിന്നെ പാടി അവൻ കറക്റ്റ് ആക്കി. എന്തായാലും നിങ്ങൾ കലക്കി. താങ്ക് യു. സൂപ്പർ മക്കളെ, സൂപ്പർ. താങ്ക് യു മാം.
വൈഗ നല്ല സെലക്ഷൻ, നല്ല പാട്ട്. ഇത് ഒരുപാട് വേദിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവരും സിംഗേഴ്സ് പൊതുവെ ഒരു വേഴ്സറ്റാലിറ്റി തെളിയിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കൊണ്ടുവരുന്ന ഒരു പാട്ടാണ് ചന്ദ്രലേഖ. അത് മനോഹരമായിട്ട് പാടി. വൈഗയ്ക്ക് എല്ലാ പാട്ടുകളും പറ്റുന്നുള്ളത് വൈഗ എന്ന് തെളിയിച്ചു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ശരത് സർ, യെസ്. എത്ര എന്താ പാറു വൈഗ കുട്ടിക്ക് എന്തിനാ എന്നെ വിളിച്ചത്? മാർക്ക്? അതിനാണ്, സോറി. വൈകേ എന്തോ എത്ര പ്രതീക്ഷിക്കുന്നു കുഞ്ഞാ നീ? ചോദിച്ചങ്ങ് വാങ്ങിച്ചോ. അങ്ങനെ അന്തപ്പെട്ട് ചോദിക്കരുത്, തല്ല് മേടിക്കും. നല്ല എനിക്ക് ആകെ മോളിന്ന് പാടിയതൊക്കെ ഇഷ്ടമായി. എനിക്ക് ഒരു സംഭവം മാത്രമേ എനിക്ക് ഇഷ്ടമാവാതുള്ളൂ, നിന്റെ ഈ ഹൈറ്റ്. എന്തിനാ കുഞ്ഞാ വളർന്നത്? നീ ഒരു 5 അടി 3 ഇഞ്ചൊക്കെ പോരെ എന്റെ അത്ര. ഞാൻ എന്നാ ചെയ്യാൻ, വളർന്നു പോയി സാർ. കഴിക്കുന്ന നീളത്തിലോട്ടോ. ഇവളെന്നെ ഇങ്ങനെ തോളിൽ പിടിച്ചേക്കുന്നത് നടക്കുമ്പോഴേ ഇങ്ങനെ. മക്കളെ, നിനക്ക് ഞാൻ 9.3 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ കൊറിയോഗ്രഫിയും എല്ലാ കംപ്ലീറ്റ് ഡെക്കറേഷനും സൂപ്പറായിരുന്നു. ആർട്ട് വർക്ക് ചെയ്തത് എല്ലാവർക്കും വലിയൊരു കയ്യടി. വൈഗയ്ക്ക് ഈ പെർഫോമൻസിന് 9.1. താങ്ക് യു മാം. ചേച്ചി. മനോജേട്ടാ സൂപ്പർ മാർക്ക് കേട്ടോ, കലക്കി. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 18.4. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സ് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക് സ്പോർട്ട് വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർ നോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അടുത്തതായി ശരത് സംഗീതം റൗണ്ടിൽ പാടാൻ വരുന്നു ആ ചിമിട്ട് നമ്മുടെ നിവേദൂട്ടൻ. സോ ലെറ്റ്സ് വെൽക്കം നിവേദ്. നിവേദൂട്ടാ, എന്തോ എങ്ങനെയുണ്ടായി ശരത് സാറിന്റെ ഒരു ചെറിയ പാട്ടല്ലേ? റൗണ്ട് വന്നപ്പോഴേക്ക് ഞാൻ ഇവിടെ കൈവച്ച്. ഇവിടെ കൈവച്ചോ? ഉണ്ടെന്ന് പറഞ്ഞു. വേറെ എവിടെയും കിട്ടിയില്ല കൈവയ്ക്കാൻ. ഒറ്റയടി വെച്ചാൽ പോടാണ്. എന്തിനു പേടിക്കുന്നു? എന്തിനാ അങ്ങനെ? ശരസാരോട് നോക്കണം. എന്ത് എന്ത് ഗമകങ്ങളൊക്കെ അല്ലേ? എടാ എന്തോന്നടാ നീ ഇങ്ങനെയൊക്കെ എനിക്ക് ഇത്ര ചീത്തപ്പേരുണ്ടാക്കി തരാമോ? ഇതൊരു നിഷ്കളങ്ക. ഈ പാട്ടിനെ കുറിച്ച് എന്താ നിനക്ക് പറയാനുള്ളത്? ശരത് സാർ കമ്പോസ് ചെയ്ത ഈ ഒരു പാട്ടിനെ കുറിച്ച് നിവേദൂട്ടന്റെ അഭിപ്രായം എന്താ? പാട്ട് നല്ല പാട്ടാണ്. പിന്നെ പോരട്ടെ, പിന്നെന്താ പറയറ്റുണ്ട്. ഒരു 3 കാര്യങ്ങൾ പറ ഈ പാട്ട്. 3 മതിയോ? നല്ല ചാലഞ്ചിങ് സോങ് ആണ്. ഓക്കെ, ക്വാർട്ടർ ഫൈനലിൽ പാടാൻ പറ്റിയ പാട്ടാ. അല്ല, അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കിയത്. സെന്റൻസ് കംപ്ലീറ്റ് ക്വാർട്ടർ ഫൈനലിൽ പാടാൻ വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണ്. രണ്ടായേ ഒന്നാദ്യം പറഞ്ഞു നല്ല പാട്ട്. നല്ല പാട്ടാന്നുള്ളത് അതൊരു അഭിപ്രായം. അതല്ലടി, പാട്ടിനെ കുറിച്ച്. അല്ല, മക്കൾക്ക് ഇത് കേട്ടപ്പോ എന്താ തോന്നിയത്? എന്താ പറഞ്ഞ? എന്നെ അടിക്കാൻ തോന്നിയോ? എന്താണ് നിനക്ക് തോന്നിയത്? പാട്ട് കിട്ടിയപ്പോ നല്ല സന്തോഷായി. കൊറേ കാലം ഒരു ക്ലാസിക്കൽ പാടിയിട്ട്. സന്തോഷായിരുന്നു. അവന്റെ പ്രമദവനം പാടി ഗോൾഡൻ മൈക്കിൽ. അതാ. ഓക്കെ, ശരത് സാറിനോട് തന്നെ ചോദിക്കാം. ഓക്കെ ശരത് സാർ. മക്കളെ, എന്തോ നന്നായിട്ട് പാടി മോനെ. താങ്ക് യു സാർ. ഞാനിതിങ്ങനെ ഈ റെക്കോർഡിങ് നടന്നു ഇതൊക്കെ ഞാനിങ്ങനെ ഓർത്തു. GGK എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ, പാവം നല്ല മനുഷ്യനായിരുന്നു. അപ്പം യൂഹി സേതു എന്ന് പറഞ്ഞ ഡയറക്ടർ ആക്ടർ, യൂഹി സേതുവിൻ്റെ അച്ഛനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. അത് ഞങ്ങളൊക്കെ ബാങ്കിൽ പോയ കാര്യമൊക്കെ ഞാനിങ്ങനെ ഓർത്തു. ഫണ്ടിന് വേണ്ടി, ഈ ഫിലിം ചെയ്യാൻ വേണ്ടി. നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി സാറ് ആ സമയത്ത് അണ്ണാച്ചി മറ്റേ പീരങ്കി മറ്റേ AK-47 ഒക്കെ കൊണ്ട് നടന്ന സമയമാണ്. ആ സമയത്താണ് അണ്ണാച്ചിയെ വിളിച്ചിട്ട് ഒരു തമ്പുരു എടുത്ത് കൈ കൊടുത്ത്, ഇനി ഇതും കൊണ്ട് നടക്കാം അണ്ണാച്ചി എന്ന് പറഞ്ഞ് ചെയ്ത പടമാണ് സിന്ദൂരരേഖ. അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട് സുരേഷ് അണ്ണാച്ചി. മോനെ, ഇതിൽ ആ സ്വരമൊക്കെ ഉള്ളത് പഞ്ചരത്ന കീർത്തനത്തിന്റെ സ്വരങ്ങളാണ് കേട്ടോ. അത് അറിയാമോ? ഓ, അമ്മ പറഞ്ഞു തന്നുണ്ട്. ആര് പറഞ്ഞു? അല്ല, അമ്മ പറഞ്ഞു തന്നുണ്ട്. അമ്മ ഉസ്താദാണോ? അതെനിക്കറിഞ്ഞൂടാ. അല്ല, ഏതാണ് ഈ കൃതി, ഈ സ്വരമുള്ള കൃതി? ത്യാഗരാജ സ്വാമികളുടേതാണ് ഈ പഞ്ചരത്നം. പഞ്ചരത്നത്തിൽ ഇത് ഏത് കൃതിയാണ് ഈ വരുന്നത്? അനൂഫേ, ഒന്ന് ശ്രുതി കൊടുറാ. എന്താ അത് തന്നെ? അതങ്ങോട്ട് പറയണ്ടേ? ചോദ്യം മനസ്സിലായില്ല. മോന് മനസ്സിലായില്ല ചോദിച്ചത്?
ചോദ്യം മനസ്സിലായില്ല, അപ്പൊ കിട്ടി. രാഗം അറിയോ? ശ്രീരാഗം. ശ്രീരാഗമോ അതാണോ? അല്ല, ശ്രീരാഗം. അത് ശ്രീരാഗല്ലേ? അത് മോനെ കരകരപ്രിയ ബേസിൽ ചെയ്തതാണ്. അത് പല രാഗത്തിന്റെ സ്വഭാവം ഉണ്ട് ആ ഒരു കോമ്പസിഷനിൽ. ശ്രീരാഗമോ എന്നുള്ള പ്രത്യേകിച്ച് വലിയ നിഷാദം ഉണ്ട്. കരകരപ്രിയയിൽ വലിയ നിഷാദം ഇല്ല. ഞാനത് ചുമ്മാ ഒന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇഷ്ടം. ഒരു രസം പോകുന്ന വഴിക്ക്. മക്കളെ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. മോനെ ആ കാളിൻ തേടി ഒന്ന് പാടാമോ? ചുമ്മാ നമ്മളിത് മോനെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. അത് ആദ്യം ഞാൻ അത് പറഞ്ഞേക്കാം. ഇത് നമ്മൾ ചുമ്മാ എൻ്റെ മനസ്സിൽ ഒരു സംശയം തീർക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. കാളിന്തിയിൽ തേടി 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 നിൻ തേടി നിൻ ഓക്കെ നീലാഭമാ. ഒന്നുകൂടെ ശുദ്ധമാക്കാമോ അത്? നീലാഭമാ. മോൻ ഇത് നേരത്തെ പാടിയപ്പോൾ നന്നായിട്ട് പാടി കേട്ടോ. ഞാൻ ഈ തേടി നിൻ മാത്രം പറയാനാ. അതുപോലെ മിഴി ചൊരിയും. മിഴി ചൊരിയും പകൽ മഴയിൽ. അത് കറക്റ്റ് ആകടാ. പകൽ മഴയിൽ യുഗയുഗമായി നിമിഷങ്ങൾ 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 കളി നിലാവിലി കാളിന്തി. സൂപ്പർ 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 മക്കളെ ആ കേവലം അത് പാടിയില്ലേ മോൻ? അതിൽ ഭാവനയിൽ അതൊന്ന് പാടാമോ? ഭാവനയിൽ അടുത്തത് നിർമ്മലമായി. ഭാവനയിൽ നിർമ്മലമായി ഒഴുകുകാളിന്തിയിൽ. ഭാവനയിൽ നിർമ്മലമായി നിർമ്മലമായി ഒന്നുകൂടെ ഭാവനയിൽ നിർമ്മലമായി. ഭാവനയിൽ നിർമ്മലമായി. മോനെ അതൊരു വിശേഷ പ്രയോഗമാണ് ശ്രീരാഗത്തില് കേട്ടോ. കേട്ടോ, അത് മനസ്സിൽ വെച്ചോ. അത് മനസ്സിൽ വെച്ചിരുന്നാ മതി. ഞാനത് പാടിച്ചൊന്നേ ഉള്ളൂ. ഇവിടെ നന്നായിട്ട് തന്നെ പാടിയത്. എനിക്ക് പെട്ടെന്ന് ഈ അണ്ണാച്ചിയുടെ ഈ നീലരാവിൽ ഇന്നു നിന്റെ താരഹാരം അമ്മച്ചി ഇളകി. കേട്ടോണ്ടോ പാട്ട്? കേട്ടിട്ടുണ്ട്. എടാ ഉഗ്രം പാട്ടാണ് ജോൺസേട്ടൻ്റെ. പാർവതി പരിണയയാമമാ ആതിരെ ദേവാംഗനെ കുളിരഴകിൽ ഗോരോചനമെഴുതാനണയൂ നീലരാവിന്നു നിന്റെ താരഹാരമിളകി. Love you, Annachi. I love you too, my darling Annachi. Chakkare. I love you both, Annachi. കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ശരത് സർ. ചേച്ചി ചക്കരക്കുട്ട എന്തോ നിവേദ വരുമ്പോ ചേച്ചി ഇങ്ങനെ അവന്റെ ആക്ഷൻ അവനെ കാണാനേ ഇഷ്ടാണ്. എന്ത് രസമായിട്ടാ പാടുന്നത്. ഇന്ന് കൈ കെട്ടി വെക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഈ പാട്ടായതുകൊണ്ട് കൈ കെട്ടി വെക്കണം. വേണ്ട, അത്രയും ഒരു ഇത് വേണ്ട. പാവം കുട്ടി പാടിക്കോട്ടെ അല്ലേ. ഇനി ഒന്ന് ട്രൈ ചെയ്യണോട്ടെ. ഈ കൈയൊക്കെ ഒന്ന് അതൊരു ചാലഞ്ച് ആക്കി എടുത്തോ. കൈ കെട്ടിയിട്ടിട്ട് എങ്ങനെയാ പാടുന്നതെന്ന്. ഓക്കെ, നന്നായി പാടി. എന്താ പറയാ, സൂപ്പറായിട്ടുള്ള ഒരു പാട്ടല്ലേ ഇത്. കോറസും കലക്കി നല്ല സപ്പോർട്ടാ കൊടുത്തത്. നമ്മുടെ ലീഡ് വായിച്ച നമ്മുടെ പ്രിയപ്പെട്ട മ്യൂസിഷ്യൻ, അദ്ദേഹത്തിനൊരു വലിയൊരു കൈയടി കൊടുക്കണം. അദ്ദേഹം വീണയാണ് ഗിറ്റാറിൽ വായിച്ചിരിക്കുന്നത്. അതെ, അത്ര കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം വായിച്ചത്, നിശാന്ത് ഏട്ടൻ. ഓക്കെ, അപ്പം അതുപോലെ മോനെ അസാധ്യമായിട്ട് പാടി. ഈ പാട്ട് സ്ട്രെയിൻ ഉണ്ട് വോയിസിന്. ആ വോയിസ് മാറുന്ന സമയമാണെങ്കിൽ പോലും മനോഹരമായിട്ട് പാടി. താങ്ക് യു മാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത് ഈ കുട്ടി പാടുമ്പോൾ
ഒരു കൊച്ചു കുട്ടിയുടെ ഉള്ളിൽ വല്ലാത്തൊരു പ്രണയമൊക്കെ തുളുമ്പി നിന്ന് പാടുന്ന പോലെയാണ്. ആ പാട്ടിനോട് ഭയങ്കര പ്രണയമാണ് അല്ലേ? പാട്ടിനോട് ആ കേട്ടാ ചേച്ചി പറഞ്ഞ പ്രണയം എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് പോയി അവിടുന്ന് എവിടെയോ എത്തി. അവരെല്ലാം അങ്ങ് ചിരിക്കുന്നു. അവൻ ഇങ്ങനെ നിക്കുന്നു ചേച്ചി. ചിലര് നഖം കടിക്കുന്നു. ആകെ പ്രശ്നം. പൊങ്ങി അങ്ങട് അങ്ങ് പോയി എങ്ങോട്ടോ. ആ മ്യൂസിക്കിനോടുള്ള ആത്മാർത്ഥതയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പാടുള്ളൂ. എക്സ്പ്രഷൻ, ആക്ഷനോടെ, ആക്ഷൻ സോങ് അല്ലടാ ആന്ന്. നീ കൈ കെട്ടിയിടും ഞാൻ. അസലായി പാടി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഇതുപോലെ തന്നെ കീപ് സിംഗിങ് വെൽ. ഇനി ഒരുപാട് ശരത് സാറിന്റെ പാട്ടെന്ന് പറയുമ്പോൾ നെഞ്ചത്ത് കൈ വെക്കണ്ട. ഇനി പാടാൻ പറ്റും, സുഖമായിട്ട് പാടാം. ഇനി അടുത്തത് പ്രണതോസ്മി, പിന്നെ സുധാമന്ത്രം. ഓരോ സ്റ്റെപ്പായിട്ട് അങ്ങ് പോട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. മനോജേട്ടാ, അണ്ണാച്ചിക്കാണ് ആദ്യം. ఎందరో మహానుభావులు అందరికీ వందనములు. അല്ലേ? ഓർത്ത് വെച്ച് കൊണ്ടുപോയി പഞ്ച്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ളൂ. എന്തൊരു കമ്പോസിഷനാണ് ഇത്. ഈ പ്രണതോസ്മിയാണ് സിന്ദൂര രേഖ എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടുതൽ കേട്ടിട്ടുള്ളത്. ഈ പാട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അധികം കേട്ടിട്ടില്ല. പക്ഷെ ആദ്യം കേട്ട മാത്രം തന്നെ 100 പ്രാവശ്യം മുമ്പ് കേട്ട പോലത്തെ ഫീലാണ്. അത്രയധികം മനസ്സിലേക്ക് പതിഞ്ഞു. അത് എന്തൊരു ബെടുക്കനാണ് മോനെ. എന്തൊരു ഇതായിട്ടാണ് പാടുന്നത്. എന്തൊരു കോൺഫിഡൻ്റ് ആയിട്ടാണ് മോൻ പാടുന്നത്. ഉള്ളിലൊരു നല്ല ഭാഗവതരുടെ ഭാവങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ജസ്റ്റേഴ്സിൽ തന്നെ ഉണ്ടല്ല. വലിയ എക്സ്പീരിയൻസ് ആയിട്ട് വലിയ ഭാവതരന്മാരല്ലേ, ക്ലാസിക്കൽ സിംഗർ. അവരൊക്കെ പാടുന്ന ആ ഒരു സാധനമുണ്ട് മനസ്സിലും ശരീരത്തിലും ഒക്കെ. അത്ര ജ്ഞാനസ്ഥനാണ് മോൻ. എന്താ പറയാ, എന്റെ മോനെ എനിക്ക് ഓർമ്മ. മോനിപ്പോ എത്ര വയസ്സായി? എനിക്ക് 13 ആവുന്നു. ഈ ഓഗസ്റ്റ് 13 ആവും. എന്റെ മോന് 12 കഴിഞ്ഞു. ഇത്രയും തന്നെ ഉള്ളവനും. അവനെ എനിക്ക് പറ്റാത്ത കാര്യമാണ് സംഗീതം. ഈ പ്രായത്തിലൊന്നും പഠിക്കാൻ പറ്റിയില്ല. അപ്പൊ അവനെ ഞാൻ യു കെയിലാണ് ഇവിടുന്ന് ഒരു ഓൺലൈനിൽ ഒരു മാഷ് പഠിപ്പിക്കുന്നുണ്ട്. എത്രയാകുമെന്ന് അറിയത്തില്ല. അവിടുത്തെ സിലബസും ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ എങ്ങനെ ഇത് പഠിച്ചെടുക്കുമെന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും എൻ്റെ ഒരു ആഗ്രഹമാണ് നമുക്ക് സാധിക്കാത്ത പിള്ളേർക്ക് സാധിച്ചു കൊടുക്കുക. ഈയിടയ്ക്ക് കുഞ്ഞാറ്റ എന്നോട് പറഞ്ഞു, അച്ഛാ എന്നെ ഒരു ഇച്ചിരി സംഗീതം പഠിപ്പിക്കുക അച്ഛാ, ആരെങ്കിലും മാഷന്മാരുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു നോക്കാം. അപ്പൊ അങ്ങനെ ഇങ്ങോട്ടൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അപ്പൊ അവളെയും ഇന്ന് പഠിപ്പിക്കണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ തലമുറയിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. മോന്റെ ഗോൾഡൻ മൈക്ക് അടിച്ച ആളാട്ടോ. അതല്ല അതിന്റെ അപ്പുറം വേണം മോൻ പാടും. മോനെ എനിക്ക് മനസ്സിലായി, നന്നായിട്ട് മനസ്സിലായി. മോന്റെ ഈ എപ്പിസോഡ് ഞാൻ പ്രത്യേകിച്ച് എന്റെ മോനെയിട്ട് കേൾപ്പിക്കുന്നതാണ് ഈ പാട്ട് കേട്ടോ. ഇത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള പാട്ട് മോൻ എന്ത് രസമായിട്ട് പാടി. ഓരോ സംഗതികളൊക്കെ കലക്കി. കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇനി മാർക്സ്. ശരത് സർ. യെസ് മാർക്ക് മക്കളെ 8.9 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി തക്കടു ചിമിട്ടെ 9.2. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. മനോജേട്ടാ, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ മോൻ ഇവിടെ വന്ന് ആങ്കിൾ കെട്ടിപ്പിടിച്ചമ്മ വന്നു. ഇതിപ്പോ ഇവിടെ ഇരുന്നോണ്ട് തന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നുകൊണ്ട് സ്നേഹം കേട്ടോ. ഈ മാർക്ക്. താങ്ക് യു മനോജേട്ടാ. സോ ടോട്ടൽ 18.1. അപ്പോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആരാണ്? ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. ഒരു മൃദംഗ വിദ്വാനാണ്. കിട്ടിയോ? മനോജേട്ടൻ ഇവിടെ ഇരിക്കുന്നോണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എന്താണ്? മനോജേട്ടന്റെ അച്ഛൻ ജയൻ സാറിന്റെ ഒരു വലിയ കടുത്ത ആരാധകനാണ്. എനിക്ക് മനസ്സിലായോ? പിന്നെ ഞാൻ പറയണോ? പറഞ്ഞോ. ശ്രീ കുഴൽമന്ദം രാമകൃഷ്ണൻ. യെസ്, അപ്പൊ രാമകൃഷ്ണൻ സാറിനെ ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. ഹലോ സർ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. മനോജേട്ടാ. അയ്യോ, വലിയ നമസ്കാരം. വലിയ നമസ്കാരം. നമ്മൾ കോട്ടയം നമസ്കാരം. ഒരു ചെറിയ നമസ്കാരം. നമ്മൾ ചെമ്പൈ സംഗീതോത്സവത്തിന് അച്ഛന്റെ കൂടെ അവിടെ വെച്ചാ ലാസ്റ്റ് കണ്ട കോട്ടായില് ചെമ്പൈ ഗ്രാമത്തിൽ. എന്നെ ഞാനാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു മഹാനായ കലാകാരൻ കൂടിയാണ് അദ്ദേഹം. കാരണം 14 വയസ്സുണ്ടാവുമ്പോ ജയവിജയന്മാർ എന്ന മഹാരഥന്മാരുടെ കൂടെ മൃദംഗം വായിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു കലാകാരൻ. അദ്ദേഹത്തിന്റെ അവസാന കാലത്തും ചെമ്പൈ ഗ്രാമത്തിൽ മൃദംഗം വായിച്ചത് ഞാനാണ്. ഗുരുവായൂരിൽ ഞാൻ തന്നെയാണ് വായിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്.
മാത്രമല്ല ഒരുപാട് അനുഭവങ്ങൾ. ആകാശവാണിയിൽ ഒരു പ്രാവശ്യം റെക്കോർഡിങ്ങിന് അദ്ദേഹം എൻ്റെ പേര് നിർദ്ദേശിച്ചു മൃദംഗം വായിക്കാൻ. അവിടെ 1 മണിക്കൂർ കച്ചേരി. പാടുന്നവരെല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പോവുക, ഇന്ന കീർത്തനം പാടണം എന്ന് വെച്ചാൽ. ഇദ്ദേഹം വാതാപി പാടിത്തുടങ്ങി. വാതാപി കഴിഞ്ഞത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഓയ്യോ, ശരി. അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കച്ചേരിയായിരുന്നു അത്. ഒരുപാട് അനുഭവങ്ങൾ. അതുപോലെ സുലളിതത്തിൽ അവസാനം പാടുമ്പോൾ ജയേട്ടനാണെന്ന് സഹായിച്ചത് അല്ലേ? മനോജേട്ടൻ അന്ന് ഒരുപാട് ജയൻ സാറെ കൊണ്ട് പാടിച്ച് അയച്ചു തരാനൊക്കെ. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ. ഒരു നേരത്തെ പറഞ്ഞ പോലെ ഫാനല്ല, ഒരു ഗുരുവാണ്. ഞങ്ങളുടെ ഭാഷയിൽ അത് ഗുരുത്വം എന്ന് പറയുന്നതിന്റെ ഒരു അത് അദ്ദേഹത്തിന്റെ പാട്ടൊക്കെ എത്രയോ നമുക്ക് ഇഷ്ടം. അതുമല്ല ഒരു തങ്കപ്പെട്ട മനുഷ്യനാണ്, ഒരു സച്ച് എ സ്വീറ്റ് ഹാർട്ട്. അത് ഇപ്പൊ സംസാരിക്കുമ്പോഴേ നമുക്ക് ആ സ്നേഹം ഫീൽ ചെയ്യൂടാ. അതെന്താ വെച്ചാൽ ശരത്തേട്ടാ, ഗുരുവായൂരിൽ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ അവസാനം ചെമ്പയുടെ ഇഷ്ടകീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞാനും മൃദംഗം വായിക്കുന്നു. അപ്പോൾ വേദിയിൽ വെച്ച് പറയാ, ഇതുപോലെ മൃദംഗം വായിക്കാൻ കേരളത്തിൽ ഒരാളില്ല. ഞാൻ ചൂളിപ്പോയി. കാരണം ഒരുപാട് പേരുണ്ടെന്ന് നമുക്ക് സത്യം അറിയാം. അദ്ദേഹം അത്രയും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത് ഗുരുവിൽ നിന്നും കിട്ടിയ ഒരു അനുഗ്രഹം കൂടിയാണ്. ഗുരു എന്ന് പറഞ്ഞാൽ അതിലപ്പുറം അവർക്ക് വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ ശരത്തേട്ടനും ബാലമുരളീകൃഷ്ണ സാർ എന്ന് പറഞ്ഞാൽ അയ്യോ അതിന്റെ അപ്പുറത്ത് എനിക്കൊന്നുമില്ല, എന്റെ ലോകമില്ല, അത്രേ ഉള്ളൂ. മഞ്ചേരി, അതെ, രമേശ് നാരായൺ സാറിനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഒന്ന് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് വേദികളില് പെർഫോം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം. ഗുരുവായൂര് പല കച്ചേരികളിലും പാടിയിട്ടുണ്ട്. ഞാൻ ഹിന്ദുസ്ഥാനി പാടുമ്പോൾ ചിലപ്പോൾ ഒരു കർണാട്ടിക് ഫ്യൂഷൻ പോലെ ചെയ്യാറുണ്ട്. പിന്നെ കർണാടക കീർത്തനങ്ങൾ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് ബിസി ആയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ കൂടെ ഇരുന്ന് റിഹേഴ്സൽ ചെയ്യാനും ഒക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മൃദംഗിസ്റ്റാണ്. എനിക്ക് മൃദംഗം വളരെ ഇഷ്ടമുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പം അത് ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് എപ്പോഴും മനസ്സിലൊരു വല്ലാത്തൊരു വിങ്ങൽ, ഒരു സന്തോഷം തോന്നുന്നു, കണ്ണുനീരൊക്കെ പൊഴിയും. അപ്പം അത് മൃദംഗത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് അത് എപ്പോഴും എനിക്ക് അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം മൃദംഗം വായിക്കണ്ട കേട്ടോ രാമകൃഷ്ണൻ. സന്തോഷമാണ്. അല്ല, എനിക്ക് എത്രയോ കച്ചേരി വായിച്ചിട്ടുണ്ട് രാമകൃഷ്ണൻ. കുറെ സന്തോഷം. രാമകൃഷ്ണൻ അല്ല ഈ ജുബ്ബൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. രാമകൃഷ്ണന്റെ അത് കസ്റ്റം മെയ്ഡ് ആണ്. ഞാൻ തന്നെ സ്റ്റൈലിസ്റ്റ് എന്നൊക്കെ. ഒരു പ്രാവശ്യം എനിക്കും ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. അച്ഛൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള കുറെ കോട്ടായില്ലേ, അതായത് ചെമ്പൈ ഗ്രാമത്തിലെ കുറെ ആൾക്കാർ മനോജേട്ടൻ 2 പാട്ട് പാട്, അച്ഛൻ്റെ കൂടെ പാടുന്നു വെച്ചിട്ട് അന്ന് ഞാനും കയറിയിരുന്ന അച്ഛൻ്റെ ഒരു പാട്ട് ഭക്തിഗാനം ഏതോ പാടി, നീ എന്നെ ഗായകനാക്കി എന്നൊരു പാട്ടുണ്ട് മൈപ്പീലിയിൽ. അത് അന്ന് രാമകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെ, ചേട്ടൻ എന്നൊക്കെ ഞാൻ വിളിക്കുന്ന ബഹുമാനം കൊണ്ടാട്ടെ. ചിലപ്പം ഏത് സമപ്രായക്കാരാണെന്നോ അല്ലെങ്കിൽ താഴെയാണോ എന്ന് എനിക്കറിയില്ല. എനിവേസ് വലിയ സന്തോഷമാണ് ഇതൊക്കെ. അതെ, മനോജ് കെ ജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓരോ കാര്യങ്ങളും ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അത് ഞങ്ങളോട് പറയും. ഓരോ വർഷം എന്തായാലും ഗുരുവായൂരിലോ ചെമ്പൈയിലെ കാണാറുണ്ട്. അപ്പോൾ മകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വികാരം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ അതുപോലെ 1994 ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ ആദ്യമായിട്ട് മനോജ് കെ ജയൻ എന്ന നടനെ ഞാൻ കാണുന്നത്. ആ വർഷം ഞാൻ കൂടെ വന്നിരുന്നു. അതെ, അമ്പലത്തിനകത്തായിരുന്നു അപ്പൊ സംഗീതോത്സവം. അന്ന് ഇതിപ്പോ ഈ രാധതൻ പ്രേമത്തോടാണോ പാടിയപ്പോ അച്ഛൻ എന്നെ കൂടെ പിടിച്ചടുത്തിരുത്തി, എന്നിട്ട് നീ കൂടെ പാടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പാടുക അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച, എന്നെ മാത്രമല്ല ഒരുപാട് കലാകാരന്മാരെ വേദിയിൽ നിന്നും പ്രോത്സാഹിപ്പിച്ച മഹാനായ ഒരു കലാകാരൻ, അതാണ് മനോജ് കെ ജയൻ എന്ന ഈ കലാഹൃദയമുള്ള വ്യക്തിയുടെ അച്ഛനായ പത്മശ്രീ ശ്രീ KG ജയൻ സാർ. സന്തോഷം സർ. ആ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിനെ കുറിച്ച് നമ്മളോടൊന്ന് പറയാമോ? ഗിന്നസ് എന്ന് പറഞ്ഞാൽ എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. കാരണം ശരത്തേട്ടനൊക്കെ പറഞ്ഞ പോലെ 25 വർഷം ഞാൻ കച്ചേരികളിൽ ഒരു കലാകാരനായി ഇവരുടെ മുമ്പിലെല്ലാം ഇവരുടെ കൂടെ സഹകരിച്ച് കഴിഞ്ഞ ശേഷമാണ് 2004 ആദ്യത്തെ ഗിന്നസ് റെക്കോർഡ് നേടുന്നത്, പാലക്കാട് സ്വർലയിൽ വെച്ചിട്ട്. അന്ന് 36 മണിക്കൂറായിരുന്നു. അത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് സഹോദരിമാരാണ് 5 പേര് മുകളിൽ. അപ്പോൾ ചേച്ചിമാരിൽ ഒരാൾ പെട്ടെന്ന് ക്യാൻസർ വന്ന് വിട പറഞ്ഞു. അപ്പോൾ അവർ അനുഭവിച്ച ആ ഒരു ദുഃഖത്തിൽ നിന്നും ആ വേദന സഹിക്കണം എന്ന് വെച്ച് ഞാൻ 24 മണിക്കൂർ ചെയ്യാൻ തുടങ്ങിയതാണ്. അങ്ങനെ അത് 36 മണിക്കൂർ ഗിന്നസ് റെക്കോർഡായി മാറി. ദക്ഷിണാമൂർത്തി സ്വാമിയാണ് അന്ന് ആദ്യത്തെ
കീർത്തനം, അദ്ദേഹം രചിച്ച കീർത്തനം പാടി ഉദ്ഘാടനം ചെയ്തത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറാണ് അവസാനം പാടിയത്. അങ്ങനെ 130 പേർ കച്ചേരി അവതരിപ്പിച്ച ഒരു വേദിയായിരുന്നു അത്. അതിനുശേഷം മൃദംഗം എന്ന വാദ്യത്തിനെ മറ്റുള്ള ഉപകരണത്തിൽ നിന്നും കുറച്ചുകൂടെ മുകളിലേക്ക് കൊണ്ടുവരുന്ന എനിക്ക് തോന്നിയ അന്നത്തെ വികാരമാണ്. അങ്ങനെ കണ്ണൂർ വെച്ചിട്ട് 101 മണിക്കൂർ സോളോ പെർഫോമൻസ് ചെയ്തു. അങ്ങനെ ഒരു ഡ്രംസിൻ്റെ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരാൾ ചെയ്ത റെക്കോർഡിനെ മറികടക്കാൻ പറ്റി. അതിനുശേഷം 301 മണിക്കൂർ കോയമ്പത്തൂർ വെച്ച് ചെയ്തു, നെഹ്റു കോളേജിൽ വെച്ചായിരുന്നു. അതിനുശേഷം 501 മണിക്കൂറിലാണ് അവസാനിപ്പിച്ചത്. മണിക്കൂറുകളൊക്കെ ചുമ്മാതെ പറയാ രാമകൃഷ്ണൻ. നമുക്കൊക്കെ 501 മറ്റേ ബാർ സോപ്പേ അറിയാവൂ. എന്തൊക്കെയാലും രാമകൃഷ്ണ സൂപ്പർ സൂപ്പർ. എല്ലാം ഇപ്പോൾ ആലോചിക്കുമ്പോൾ പലപ്പോഴും ഞാൻ തന്നെയാണോ ചെയ്തത് എന്നുള്ള തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അത് ഒരു സമയത്ത് സംഭവിക്കുന്ന, സമൂഹം നമ്മുടെ കൂടെ നിന്ന് സഹകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അല്ലാതെ ഞാൻ എന്നുള്ള വ്യക്തി അവിടെ ആരുമല്ല എന്ന് പലപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനാണ് എന്നെ കലാകാരനായി മാറ്റുവാൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചതും ഫോഴ്സ് ചെയ്തതും. എനിക്കൊരു താല്പര്യമില്ലായിരുന്ന വിഷയമായിരുന്നു ഒരു കാലത്ത്. അങ്ങനെ മൃദംഗം എന്ന് പറഞ്ഞ വാദ്യത്തിനെ സ്നേഹം വേണം എന്ന് ആഗ്രഹിച്ച ഒരു പിതാവിൻ്റെ മകനായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഗോപാലകൃഷ്ണയ്യർ എന്ന് പറയും. അദ്ദേഹം ജയൻ സാറിൻ്റെ കൂടെ കച്ചേരി വായിച്ച ഫോട്ടോ എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ അച്ഛൻ പരിചയപ്പെടുത്തിയ ഒരു കുടുംബ ബന്ധമാണ് ഇവരായിട്ടുള്ള ബന്ധം. ഓക്കെ. പിന്നെ ശരത് സാർ, നമ്മളെ പാച്ചേണ്ട ഒരു മൃദംഗം നമ്മൾ ഈ അടുത്ത് പരിചയപ്പെട്ടു. അത് അറേഞ്ച് ചെയ്ത് കൊടുത്തത് രാമകൃഷ്ണൻ സാറാണ്. അവനൊരൊറ്റ അക്ഷരം പോലും മിണ്ടിയില്ല. അന്ന് പിന്നെ അത് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു നമുക്ക്. പാച്ചു പറഞ്ഞ രാവിലെ ഞാൻ പല്ല് തേക്കാൻ വേണ്ടി കതവ് തുറന്ന് കോഴി ഓടിച്ചു കഴിച്ചപ്പോ അവിടെ ഒരു മൃദംഗം ഇരിക്കുന്നു. അത് ഞാൻ എടുത്തോണ്ട് വന്നു. അങ്ങനെയൊന്നുമല്ല കേട്ടോ. എന്താന്ന് വെച്ചാല് പാച്ചുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് ബാലഭാസ്കറിന്റെ കൂടെ പ്രോഗ്രാംസിൽ വായിക്കുമ്പോഴാണ്. ബാലഭാസ്കർ എന്ന് പറഞ്ഞ വ്യക്തിയെ നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. കാരണം അത്രയും മുമ്പിൽ നിന്ന് ചിരിക്കുന്ന ആ ഒരു മുഖം, ഒരു നട വായിച്ചു കഴിഞ്ഞാൽ അപ്പൊ പ്രോത്സാഹിപ്പിക്കും. ഒരു ചിരി മാത്രമേ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നി ഒരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നി ഒരിഷ്ടം. ആ പാട്ട് പോലെ തന്നെയാണ് ഇപ്പോഴും ബാലഭാസ്കർ എന്ന് പറഞ്ഞ വ്യക്തി. അയ്യോ, നല്ല നല്ല ചക്രയാവൻ. അവിടെ ഞങ്ങള് രാമകൃഷ്ണ, ഞാനും ബാലു എല്ലാം കൂടി ചിത്ര ചേച്ചിയുടെ പ്രോഗ്രാമാണ്. ഞങ്ങള് ഖത്തറിലോ എവിടെ ഒരു രാജകൊട്ടാരം ഉള്ള രാജ്യത്ത് പോയി. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ അവിടുത്തെ ഏതോ 10 സ്റ്റാർ ഹോട്ടൽ എന്താണ് സ്റ്റേ അണ്ണാച്ചി. അപ്പം ആ ഹോട്ടൽ മെയിൻ ആള് എൻ്റെ ഒരു വലിയ ഫാൻ, അതുപോലെ ബാലുവിൻ്റെ. അപ്പം ഞങ്ങളെ രണ്ടുപേരെയും മാത്രം വിളിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ചായയോ കാപ്പിയോ ഏതാണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പരസ്പരം നോക്കി, എന്താണ് സ്പെഷ്യൽ കാപ്പി, അല്ല ഉണ്ടാവിനകത്തായിരിക്കും, അതിനകത്ത് ഇറങ്ങി കിടക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാഫി കൊണ്ടുവച്ചു. അതിൻ്റെ മേളിൽ സ്വർണ്ണപ്പൊടി വിതറിയ ഒരു കാഫി, തങ്കഭസ്മ ഇട്ട കാഫി തന്നു ആദ്യമായിട്ട്. അത് ഇഷ്ടംപോലെ ഇട്ടേക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ബാലുവിൻ്റെ അടുത്ത് പറഞ്ഞു, ബാലു ഞാനിത് കൈകൊണ്ട് പഠിച്ചെടുത്ത് പണയം വെക്കാൻ. അത് കഷ്ടപ്പാടായിരുന്നു. അതുകൊണ്ട് ബാലു ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അറിയാ? അത് എൻ്റെ കൂടെ അഭിനയിച്ചു. ഒറ്റ സിനിമയിലെ ഉള്ളി അഭിനയിച്ചിട്ടുള്ളൂ. പാട്ടിന്റെ പാലാഴി എന്നാണ് സിനിമയുടെ പേര്. രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത മീര ജാസ്മിനും ഞാനുമായിരുന്ന ലീഡ് റോള്. അതിൽ ബാലു അഭിനയിക്കാൻ വന്നു. അപ്പം ഞാൻ ചോദിച്ചത്, ബാലു പരിചയമുണ്ടോ, ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ചേട്ടാ, ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ രാജീവേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് വന്ന് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനിലാണ് വന്ന് അഭിനയിച്ചത്. പക്ഷെ നന്നായിട്ട് ചെയ്തു എന്നുള്ള ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് കൂടെ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പാച്ചുവിന്റെ മൃദംഗത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ കുറെ കാലമായി കുറെ പരീക്ഷണം, കാരണം മൃദംഗം തൂക്കി നടന്നിട്ടുള്ള ഒരു അനുഭവം ഉള്ളതുകൊണ്ട് സ്വയം എനിക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കുറെ വർഷമായി തുടങ്ങി. അങ്ങനെ 3 ഭാഗങ്ങളാക്കി മാറ്റിയ ഒരു ഉപകരണം, തോലും അതുപോലെ മരവും ഇല്ലാത്ത മൃദംഗം. ഒന്നുകൂടെ വേണേ നമുക്ക് കാണാം പച്ചേട്ടാ. അങ്ങനെ ആ ഒരു ഉപകരണം എല്ലാ ശ്രുതിയിലും നമുക്ക് ലോകത്ത് എവിടെ വേണിച്ചാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഹാൻഡ് ലഗേജ് ആയിട്ടാണ് ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാറുള്ളത്. അങ്ങനെ ഒരു നാദം ഒരു വ്യത്യാസമില്ലാതെ വലിയ കാര്യമാണ്. ഞാൻ ഈയിടെ ചെമ്പൈയിൽ വെച്ച് TVG സാറിന്റെ കച്ചേരിക്ക് വായിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ മൃദംഗം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഉപകരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു ഉപകരണം ഒന്ന് വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോയത്.
മനോജേട്ടാ എന്താണ് ആ മൃദംഗം? ആ ഒന്ന് കാണിച്ചു. ഭയങ്കര അയ്യോ ഇത് ഭയങ്കര അത് 3 ഭാഗമായിട്ട് നമുക്ക് ഡിസ്പാൻഡിൽ ചെയ്യാൻ പറ്റും ട്രാവലിങ്ങിലൊക്കെ. ഭയങ്കര കണ്ടുപിടുത്തം. റൈറ്റ് സൈഡ് നമുക്ക് ഇപ്പം ബേസിലാണെന്ന് തോന്നുന്നു ഇരിക്കുന്നത് അല്ലേ? 3 ഘട്ടൊക്കെയാണ്. അത് നമുക്ക് എച്ച് ഘട്ടമാണെങ്കിൽ അത് മാറ്റാൻ പറ്റും. ഒറ്റ വ്യത്യാസമില്ല നാദത്തിനൊന്നും അല്ല. എങ്ങനെയാ വ്യത്യാസമൊന്നും ഒരു വ്യത്യാസമില്ല. പെർഫെക്റ്റ്. കൊണ്ടു നടക്കാൻ ഭയങ്കര സൗകര്യമായി. അമേരിക്കൻ പ്രോഗ്രാം അവിടെ പോകുമ്പോ അല്ലേ അത്. ഓ ശ്രുതി ഓക്കെ അത് മാറ്റി വെച്ചാ മതി. ഓ അല്ല രാമകൃഷ്ണൻ ഡിസൈൻ ചെയ്തതാണോ? അപ്പൊ ഈ സാധനം എങ്ങനെ എന്താണ് അതിന്റെ മെറ്റീരിയൽ? അതെല്ലാം സിന്തറ്റിക് ആണത്. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. അത് പൊളിച്ചു. എന്തായാലും നമുക്ക് രാമകൃഷ്ണൻ സാറിന്റെ പെർഫോമൻസ് കാണണം. സാർ ഞാൻ മൃദു എന്ന് പറഞ്ഞ ശ്രീ മൃദു എന്നാണ് ഈ ഉപകരണത്തിന്റെ പേര്. അപ്പം കുറെ കാലമായി പരീക്ഷണം നടത്തി പാറ്റന്റ് ചെയ്തു. പിന്നെ ബാംഗ്ലൂരിലെ കാരുണ്യ മ്യൂസിക്കൽസ് ആയിട്ട് സഹകരിച്ചിട്ടാണ് ഈ ഒരു ഉപകരണം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പാച്ചു ഭയങ്കര ആഗ്രഹത്തോടു കൂടെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അത് കൊടുത്തു. അത് കാരണം ഈ മൃദംഗത്തിനെ കുറിച്ച് പറയാൻ പറ്റി. അങ്ങനെ ഒരു ഗുണം. താങ്ക് യു പാച്ചു. ഓക്കെ നമുക്ക് പെർഫോമൻസ്. ഓക്കെ
അസാധ്യം. സൂപ്പർ സർ, സൂപ്പർ. താങ്ക് യു സോ മച്ച്. ഗംഭീരമായിരുന്നു. അതെ, പറയാൻ വാക്കുകളില്ല, അത്ര ഗംഭീരം. റെക്കോർഡ് കിട്ടിയില്ലെങ്കിലേ അത്ഭുതം. സൂപ്പർ സർ, സൂപ്പർ. താങ്ക് യു ഓർക്കസ്ട്ര. ഒരുപാട് സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരു കലാകാരനായി മാറ്റുവാനായി ശ്രമിച്ച കലാസമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട കലാകാരൻ ശ്രീ ജയൻ സാർ. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത് ചെമ്പയിൽ പോയപ്പോഴും ഞങ്ങളെല്ലാം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗുരുഭക്തിയെക്കുറിച്ചും ആത്മാർത്ഥതയെക്കുറിച്ചുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്നേഹ സമ്മാനം ജയൻ സാറിൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ നൽകുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രൻ, മഹാനായ ആ കലാകാരൻ്റെ പുത്രൻ, പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം മനോജ് കെ ജയൻ എന്ന കലാസ്നേഹിക്കാണ്. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. നമുക്കിത് എന്താന്ന് കാണണ്ടേ ശരത് സാർ? ഇത് എന്താ ഗിഫ്റ്റ് എന്ന് കാണണ്ടേ? ഉറപ്പായിട്ടും അത് കണ്ടേ പറ്റൂ. അതെ, അതൊന്നും ഞങ്ങളെ കാണിക്കത്തില്ലേ? ആ, ഓ, സർപ്രൈസ്. സൂപ്പർ. ഫാന്റാസ്റ്റിക്. മനോഹരം. ഇതിലും വലിയൊരു ഗിഫ്റ്റ് എനിക്കിനി കിട്ടാനുണ്ടോ? ഇല്ല. ആഹാ, ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല ഗിഫ്റ്റായിട്ട് അച്ഛൻ്റെ കൂടെയുള്ള എൻ്റെ ഈ പടം, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ അച്ഛനും ഇത് ഇഷ്ടമാവും. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇതിൽ കൂടുതൽ ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ കിട്ടാനുമില്ല.